ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കൾക്കൊന്ന് സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പം ബിരിയാണി. ആദ്യം ചിക്കൻ റെഡിയാക്കണ്ടേ. ഉരുളി അടുപ്പത്ത് വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചേ. അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ടു. ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നല്ല രീതിക്കൊന്ന് ഇളക്കി. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ചല്ല അതിന് വേണ്ട ചേർത്ത ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടെയൊക്കെ ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് വലിയ കഷ്ണം തന്നെയാണ് ആക്കിയിട്ടത്. ഇതുണ്ടല്ലോ വലിയ രീതിയിലുള്ള ബിരിയാണി വെപ്പൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി, എന്നാലൊട്ട് നല്ല രുചിയും കാണും. ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ, അപ്പോഴത്തേക്കും റൈസ് ഉണ്ടാക്കണ്ടേ. അതിനുള്ള അരി എടുത്ത് വെക്കാൻ 2 പാത്രം അരിയാണ് ഞാൻ എടുത്തത്. കാര്യം എൻ്റെ അളവ് ഇതാണ്. കാര്യം ഞാൻ ബിരിയാണിക്കും റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അളവ് പാത്രമാണിത്. അതെടുത്ത് കഴുകി കുതിർക്കാൻ വെച്ചു അരി. അതിനുശേഷം ഉണ്ടല്ലോ ഈ ചിക്കനിലോട്ട് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർത്തത്. കാര്യം അധികം പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് നല്ല രീതിക്ക് ഇളക്കി അടച്ചു വെച്ചേ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ വെച്ചുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ എനിക്കിഷ്ടം തന്നെയാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഇഷ്ടം തന്നെയാണ്. അതിനുശേഷം തൈര് ചേർത്ത് ഒന്ന് കുറുകി വെന്തതിന് ശേഷമാണ് തൈര് ചേർത്തത്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ തക്കാളിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം തൈരും തക്കാളിയും എല്ലാം ചേർത്ത് ഒന്ന് നല്ല രീതിക്ക് അടച്ചു വെച്ച് വേവിച്ച് അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കത്തോലം അതെല്ലാം ചേർത്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തേ. അതിനുശേഷം ഉണ്ടല്ലോ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി ഇടും കേട്ടോ. അത് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ റൈസിനകത്ത് ഞാൻ എന്തായാലും തക്കാളി ചേർക്കാതിരിക്കത്തില്ല. അതിനുശേഷം ഉണ്ടല്ലോ ഈ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ ഇട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ നല്ലോണം ഇളക്കും കേട്ടോ. എന്നതിന് ശേഷം ഞാൻ എടുത്ത ആ പാത്രത്തിൻ്റെ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലോട്ട് ഒഴിച്ചത്. എന്നിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ കളറിന്. എന്നിട്ട് നാരങ്ങ നീരും ഇച്ചിരി എസൻസും ഒക്കെ ചേർത്ത് ഞാൻ കലക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ കുക്കർ അടപ്പിട്ട് അടച്ചു വെച്ചേ. പക്ഷേ എനിക്കുണ്ടല്ലോ അല്ലാതെ ഈ റൈസ് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കതങ്ങോട്ട് അത്ര എളുപ്പമായിട്ട് തോന്നില്ല. എനിക്ക് ഈ ഒരു പരുവമാണ് കേട്ടോ ഏറ്റവും എളുപ്പം. കാര്യം കുക്കറിൽ ചോറ് വേവിച്ചെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. നോക്കി നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ മാത്രമാണ് ഞാൻ അടുപ്പിച്ചത് കേട്ടോ. എന്നിട്ടും അപ്പോഴേ തന്നെ തുറന്നു. കാര്യം കൂടുതൽ വച്ചിരുന്നാൽ നല്ലത് ശരിയാവത്തില്ല, ചോറങ്ങ് നല്ല വെന്ത് പോയി. എന്നിട്ട് വേവിച്ച് വെച്ച ഇറച്ചിയൊക്കെ ഇങ്ങനെ തട്ടി ഇട്ടതിന് ശേഷം കുറച്ച് ചോറൊക്കെ ഇട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് പിന്നെ വീണ്ടും ഇറച്ചിയിട്ടു. അങ്ങനെ വീണ്ടും ചോറിട്ടു. അങ്ങനെ ഒരു ബിരിയാണി തട്ടിക്കൂട്ടി ബിരിയാണിയാക്കി. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ട്, അതൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റത്തേക്ക് ഞാൻ അടച്ചു വെച്ചു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു ബിരിയാണി എന്ന്. കാര്യം തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ എന്ന്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും ഒന്ന് എനിക്ക് കമൻറ്റ് ഇടണേ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ ബിരിയാണി ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ഏട്ടനും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. കാര്യം കറക്റ്റായ രീതിയിൽ വേവിച്ച് അരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു പരുവത്തിന് വേവിച്ചെടുത്താലുണ്ടല്ലോ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം ആ ചിക്കന് വേണ്ട, ആ മസാലയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും പാകത്തിനൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ ബിരിയാണിയും അതിലേറെ നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കുമേ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ കുറച്ച് സലാഡും മുട്ടയും പപ്പടവും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ടെല്ലാം കൂടെ പാത്രത്തിലിട്ടിട്ട് മക്കളെ കിടന്ന് വിളിച്ചിടാ വാടാ ബിരിയാണി റെഡി ആയെന്ന്. കുറേ നേരം തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ്ടും ഫുഡ് കഴിപ്പാണോ? നല്ല കേട്ടോ, ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് ഇച്ചിരി ചോറെടുത്ത് കഴിച്ചതാണേ. കാര്യമുണ്ടല്ലോ ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇച്ചിരി ചോറ് കൂടി ഇട്ട് തരാം. അങ്ങനെയാണ് ഞങ്ങൾ ചോറുണ്ടത്. ഗൗരിക്കുണ്ടല്ലോ ഏതോ ഒരു കറിക്ക് ഉപ്പില്ലെന്നും പറഞ്ഞ് അവൾ കിടന്ന് സംസാരിക്കുന്നത് കേട്ടോട്ടെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ കുറേ കഴിഞ്ഞിട്ട് വന്ന് കിടന്നു. അപ്പോൾ എൻ്റെ ഒരു പൂച്ചക്കുട്ടിയും കൂടെ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് ഫോണിനകത്ത് പാട്ട് വെച്ച് ഞാൻ അപ്പോഴേ ചാടി എണീറ്റ് പോയി. അത് കഴിഞ്ഞ് ഇളയ മോനെയും പിടിച്ച് കിടത്തി നാത്തൂനങ്ങ് ഉറക്കി കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞു മാമി ഞാൻ ഒരുക്കി തരാം, എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി. എന്തായാലും ഉണ്ടല്ലോ നല്ല രീതിക്ക് എനിക്ക് കണ്ണെഴുതി തന്നു കേട്ടോ. അപ്പോൾ പറയുകയാണേ മാമി അവിടെ നല്ലൊരു വയലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ഒന്ന് വാ മാമി നമുക്ക് പോകാമെന്ന്. ആദ്യമൊന്നും വേണ്ടാന്ന് വെച്ചതാ, പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ശരി പോകാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ എന്നെ ഞെട്ടിച്ച് കളഞ്ഞോട്ടോ. എന്താ രസം, സത്യം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞാനവിടെ ഒരു തോട്ടിൻ്റെ ഭാഗത്തങ്ങ് ഇരുന്ന് കേട്ടോ, കാലുവാട്ടി കുറേ നേരം. കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അവിടെ കിടന്നൊരു മഞ്ഞപ്പൂ എടുത്ത് ഞാൻ ചെവിയിൽ വെച്ചു. എന്നത്തെയും പോലെ തന്നെ ചെവിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നെ കറക്കി കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ തന്നെ ഇങ്ങ് നിന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഗൗരി.
ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി കാണണേ. പിന്നെ അവിടെയൊക്കെ കുറേ നേരം കറങ്ങി നടന്ന് അങ്ങ് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.